പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക ദിനപത്രം. വിമർശനം ക്രൈസ്തവർക്കെതിരായ ആക്രമണത്തെ തുടർന്ന്. മതസ്വാതന്ത്ര്യത്തിനെതിരായ ആക്രമണമെന്ന വിമർശനം. ആക്രമണം നടക്കുമ്പോഴും പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു. കുറ്റകരമായ ഭരണകൂട നിശബ്ദത. മോദിയുടെ മൗനം പുതുമയുള്ളതല്ലെന്നും വിമർശനം. ബി.ജെ.പി. സർക്കാരിന് നിവേദനം നൽകുകയല്ല, ആക്രമണത്തിനെതിരെ കോടതിയെ സമീപിക്കണമെന്നും ദീപിക പത്രത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽനാഥ്, രൂക്ഷ വിമർശനമാണ് ദീപികയുടെ മുഖപത്രത്തിലുള്ളത്. അതായത് ക്രൈസ്തവർക്കെതിരെ രാജ്യമൊട്ടാകെ നടക്കുന്ന അക്രമത്തിൽ ഭരണകൂടം കുറ്റകരമായ നിശബ്ദത പാലിക്കുന്നുവെന്നാണ് മുഖപത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അവന്തിക, തീർച്ചയായും ദീപിക പത്രത്തിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ ബി.ജെ.പിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിമർശനം ക്രൈസ്തവർക്ക് നേരെ ആക്രമണത്തെ തുടർന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ക്രൈസ്തവർക്കെതിരെ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തൊട്ടാകെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. പല സന്ദർഭങ്ങളിലായി നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. മലയാളികളായ കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ ക്രിസ്മസിൻ്റെ ഭാഗമായി കാഴ്ചപരിമിതി ഉണ്ടായിരുന്ന സ്ത്രീക്കെതിരെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിയിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ കാഴ്ചപരിമിതി ഉണ്ടായിരുന്ന സ്ത്രീക്കെതിരെ സംഘപരിവാറിന്റെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പം തന്നെ ഈ സാന്താക്ലോസിന്റെ വസ്ത്രമണിഞ്ഞ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അതായത് പള്ളിയിലെത്തിയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് എത്തിയ അവർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു. അത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ രാജ്യത്തൊട്ടാകെ, അതായത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനവുമായി ദീപിക പത്രം നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആക്രമണം അത് മതസ്വാതന്ത്ര്യത്തിന് എതിരായുള്ള ആക്രമണമാണ്, ഒപ്പം തന്നെ ഭരണഘടനയ്ക്കെതിരായ വെല്ലുവിളിയാണ് എന്നാണ് ഈ ദീപിക പത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് ഒട്ടാകെ നടക്കുമ്പോഴും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നടക്കുമ്പോഴും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി മൗനം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ വലിയ ആശങ്ക എന്നും ഈ ഒരു പത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മോദിയുടെ മൗനം പുതുമയുള്ളതല്ല എങ്കിൽ പോലും ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇത്തരത്തിൽ മൗനം പാലിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഇത്തരത്തിലുള്ള ആക്രമണത്തിനെതിരെ ബി.ജെ.പി. സർക്കാരിന് നിവേദനം നൽകുകയല്ല വേണ്ടത്, പകരം കോടതിയെ സമീപിക്കുക, നിയമപോരാട്ടം നടത്തുക, അതാണ് വേണ്ടത് എന്നും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ദീപികയിൽ സൂചിപ്പിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ബി.ജെ.പി. സർക്കാരിനെതിരെയും ഒപ്പം തന്നെ മോദിക്കെതിരെയും നിലവിൽ തുടരുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ആക്രമണം നടക്കുമ്പോഴും പ്രധാനമന്ത്രി പള്ളികളിൽ ദർശനം നടത്തുന്ന കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വിദേശ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രതലവന്മാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ഇന്ത്യയിലെ മറ്റ് ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തുന്നതിനോ മറ്റുമല്ല, മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണെന്ന രീതിയിലുള്ള കാര്യമടക്കം ഈ ഒരു ദീപികയുടെ പത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രൈസ്തവർ ആക്രമണത്തിന് ഇരയാകുന്നു. ഒപ്പം തന്നെ അതിക്രമണത്തിൻ്റെ കണക്കുകളടക്കം നിരത്തിക്കൊണ്ടാണ് ദീപിക ഈ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുതന്നെയായാലും വലിയ രീതിയിലുള്ള ആക്രമണം ക്രൈസ്തവർ രാജ്യത്ത് നേടുന്നു, ഉത്തരേന്ത്യയിൽ നേടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം തന്നെയാണ് ദീപിക പത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അവന്തിക.